പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വിശുദ്ധയെ പരിചയപ്പെടുകയാണ്. വിശുദ്ധ അസിസിയിലെ വിശുദ്ധ ക്ലാര. ചില വിശുദ്ധർ മറ്റു ചില വിശുദ്ധരെ കണ്ടുമുട്ടുമ്പോൾ അവർ ആത്മീയമായി വളർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ വിശുദ്ധ ക്ലാര വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കണ്ടുമുട്ടിയപ്പോൾ ഒപ്പമുള്ള ഒരു ജീവിതം നയിച്ചപ്പോൾ വിശുദ്ധ ക്ലാരയുടെ ജീവിതവും ധന്യമായി തീർന്നു. ക്ലാര ജനിക്കുന്നത് 1194 ഫ്രാൻസിലെ അസീസി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫെബ്രോണ പോർട്ടുലാന ദമ്പതികളുടെ മകളാണ് ക്ലാര. ക്ലാരയുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന പേര് ഷിയാര എന്നായിരുന്നു. ക്ലാരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ഒരു വളരെ സമ്പന്നമായൊരു കുടുംബത്തിലാണ് ജനിച്ചു വീഴുന്നത്. ക്ലാരയുടെ ജീവിതം നമ്മൾ പറയുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ജീവിതം പറയാതെ ഇരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ക്ലാര ഇന്ന് വിശുദ്ധയായി തീർന്നെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. അപ്പോൾ ക്ലാരയുടെ ചെറുപ്പത്തിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെ സുന്ദരിയും സുശീലയുമായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ കാഴ്ചയിൽ തന്നെ വളരെ ഭംഗിയായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വളരെയേറെ നല്ല രീതിയിൽ അവളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നു. അവൾക്ക് വളരെ ഭംഗിയുള്ള, അവളെ കാണാൻ നല്ല ആകർഷകമായ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ക്ലാരയ്ക്ക് ഉണ്ടായിരുന്നത്. ക്ലാരയ്ക്ക് നീല കണ്ണുകളും സ്വർണ്ണ തലമുടിയും എല്ലാം ക്ലാരയുടെ പ്രത്യേകതയായിരുന്നു. ക്ലാരയുടെ ജീവിതത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് നമുക്ക് അറിയാം. അദ്ദേഹവും ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. അതിനുശേഷം ആ സമ്പന്നതയെല്ലാം ഉപേക്ഷിച്ച് ദാരിദ്ര്യം എന്ന മണവാട്ടിയെ സ്വീകരിച്ചുകൊണ്ട് സന്യാസത്തിലേക്ക് കടന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അപ്പോൾ ഈ വിശുദ്ധൻ ആ ഒരു വിശുദ്ധ ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ക്ലാരയെ വളരെയധികം സ്വാധീനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ്. അപ്പോൾ ഫ്രാൻസിസ് അന്ന് ലൗകികമായ രീതിയിലാണ് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഫ്രാൻസിസ്. ക്ലാരയുടെ മനസ്സിനെ നന്നായി സ്വാധീനിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഈ ഒരു സമയത്താണ് ക്ലാര ഒരു കൗമാരപ്രായം കഴിഞ്ഞ അവസരത്തിലാണ് ഫ്രാൻസിസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതുവഴി രാത്രി സമയങ്ങളിൽ പാട്ടൊക്കെ പാടി തൻ്റെ ഭവനത്തിൻ്റെ അരികിലൂടെ നടന്നു പോയിരുന്ന ആ ഒരു ഫ്രാൻസിസ് ഇനി മുതൽ അവിടെ ഉണ്ടാവുകയില്ല, അദ്ദേഹം മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തു എന്നൊക്കെ ക്ലാര ആ ഒരു സമയങ്ങളിൽ തിരിച്ചറിയുകയാണ്. അപ്പോൾ ക്ലാരയ്ക്ക് 2 സഹോദരിമാരുണ്ട്. അതിൽ ആഗ്നസും ഇതുപോലെ ക്ലാരയോടൊപ്പം ഒരു വിശുദ്ധ ജീവിതം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആഗ്നസിന് കൂടുതലും ക്ലാരയുമായി ഒരു മനസ്സടുപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസിസിൻ്റെ ഈ ഒരു മാനസാന്തര കഥ ആഗ്നസാണ് ക്ലാരയുടെ ചെവികളിൽ എത്തിക്കുന്നത്. അപ്പോൾ ക്ലാര പിന്നീട് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി, എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് ഇത്തരം ഒരു ജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായത്. അങ്ങനെ കൂടുതൽ അവൾ ഫ്രാൻസിസിനെ അടുത്ത് പിന്തുടരുവാനായിട്ട് അവൾ പരിശ്രമിക്കുകയാണ്. അങ്ങനെ ക്ലാരയുടെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഒരു വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഇതൊക്കെ ഈ പ്രഭാഷണങ്ങളൊക്കെ അവളെ ഹൃദയത്തെ വളരെയധികം ആകർഷിക്കുവാനായിട്ടും തനിക്കും ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് തൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടാകണമെന്ന് അവൾ നിശ്ചയിക്കുകയാണ്. പക്ഷേ അവളുടെ ഒരു വിവാഹപ്രായമായപ്പോൾ സ്വാഭാവികമായും ഏതൊരു കുടുംബത്തിലും ചെയ്യുന്നത് പോലെ തന്നെ ക്ലാരയ്ക്കും വിവാഹാലോചനകൾ വീട്ടിൽ വരുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അവളുടെ അപ്പൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ധനികനും പോരാളിയുമായ ഒരു നല്ലൊരു യുവാവിനെ കണ്ടെത്തി അവൾക്ക് വേണ്ടിയിട്ട് ഒരു വിവാഹാലോചന നടത്തുകയാണ്. ഫെലിക്സ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഈ ഒരു വിവാഹ നിശ്ചയം ഏകദേശം അടുത്ത് വരുമ്പോൾ ക്ലാരയ്ക്ക് പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കാനായിട്ട് പറ്റാത്തൊരു അവസ്ഥ അവൾക്കുണ്ടാവുകയാണ്. കാര്യം അവൾക്ക് ഒട്ടും തന്നെ അത് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല. കാര്യം അവളുടെ മനസ്സിൽ അവൾ മറ്റൊരു കാര്യം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്, തനിക്കും ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിനെ പിന്തുടരണം എന്നുള്ളത്. അപ്പോൾ അവളുടെ മനസ്സിൽ അവൾക്ക്
സന്യാസം സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു അവളുടെ മനസ്സിലെ ഒരു തീരുമാനം. പക്ഷേ നേരെ മറിച്ചുള്ള ഒരു കാര്യമാണ് തൻ്റെ ഭവനത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അപ്പൻ്റെ അടുത്ത് അവൾ തൻ്റെ ഒരു മനസ്സിൻ്റെ ആഗ്രഹമൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ നിനക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ക്ലാര പറയുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടി സമയം ആവശ്യമുണ്ടെന്ന് മാത്രമാണ് അവൾ പറയുക. പക്ഷേ അവളുടെ ഒരു മനസ്സിലെ തീരുമാനം തനിക്ക് വിവാഹ ജീവിതം വേണ്ട, തനിക്ക് സന്യാസ ജീവിതം വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അപ്പൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ക്ലാരയെ ഫെലിക്സിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയും അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കായിട്ടും വിവാഹ നിശ്ചയത്തിനായിട്ടും എല്ലാം ദിവസം നിശ്ചയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫെലിക്സ് തൻ്റെ ഭവനത്തിൽ വരുന്നു എന്നറിയുന്നതിന് മുമ്പ് തന്നെ ക്ലാര ചെയ്തത് ഇങ്ങനെയാണ്. തൻ്റെ ഒരു കത്തെഴുതി റുഫീനോ എന്ന് പറയും, അവളുടെ ഒരു കസിനാണ്. ഈ റുഫീനോ ഫ്രാൻസിസ് അസീസിയുടെ ഒപ്പം ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ റുഫീനോയ്ക്ക് വളരെ വ്യക്തമായി രണ്ടുപേരെ അറിയാം. അങ്ങനെ ക്ലാര ഒരു കത്തെഴുതി റുഫീനോയുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. ഞാൻ ഇന്ന ദിവസം അവിടെ വരും, ആശ്രമത്തിൽ വരും, എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസിനെ കാണണമെന്ന് അറിയിക്കുകയാണ്. അങ്ങനെ റുഫീനോ ഈ കത്തുമായിട്ട് ഫ്രാൻസിസിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഫ്രാൻസിസ് ഇത് കണ്ട് അത്ഭുത സ്തബ്ധനായി നിൽക്കുകയാണ്. കാര്യം ഈ ഒരു തൻ്റെ ഇവിടെ പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ഈ ഒരു ആശ്രമത്തിൽ ക്ലാര എന്ത് നിശ്ചയത്തിലാണ് കടന്നു വരുന്നത്. അതും അവൾ ഒരു സമ്പന്ന കുലീന കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്, തന്നെ പോലെ തന്നെ. അപ്പോൾ അവളും തൻ്റെ ആ ഒരു നല്ലൊരു പദവിയൊക്കെ വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഫ്രാൻസിസും കുറച്ച് ആശങ്കപ്പെടുകയുണ്ടായി. എന്നിരുന്നാലും അവൾ പറഞ്ഞു, ഇനി ഓശാന ഞായറാഴ്ചയാണ്, ഇത് കഴിഞ്ഞ് വരുന്ന ആ രാത്രിയിൽ ഞാൻ ആശ്രമത്തിലെത്തും. സമയം എനിക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല, പക്ഷെ ഞാൻ ആശ്രമത്തിലേക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒളിച്ചോടി അങ്ങോട്ട് വരികയാണെന്ന് പറയുകയാണ്. അങ്ങനെ ക്ലാര ഒരു തൻ്റെ ഒപ്പമുള്ള ഒരു കൂടെയുള്ള ഒരു തോഴിയോടൊപ്പം തന്നെ ക്ലാര അന്ന് രാത്രി ഒരു ഓശാന ഞായർ രാത്രി അവിടെ നിന്ന് നേരെ ഫ്രാൻസിസിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുകയാണ്. അങ്ങനെ ഫ്രാൻസിസ് ഇവളെ കാണുന്നതും ക്ലാരെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താണ്, നിൻ്റെ തീരുമാനം എന്താണെന്ന് പറയാം. അപ്പം ക്ലാര പറയാണ്, ഞാൻ രണ്ടാമതും ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കുകയില്ല എന്ന്. അപ്പോൾ ഫ്രാൻസിസ് ഒരിക്കൽ കൂടി ഇതിൻ്റെ അർത്ഥം എന്തെന്നുള്ളത് ക്ലാരയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാര പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ അത് പഴയ ജീവിതമായിരുന്നെങ്കിൽ. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞതിന് ഒരർത്ഥമേ ഉള്ളൂ, എനിക്ക് ഫ്രാൻസിസിനെ പോലെ തന്നെ ക്രിസ്തുവിനെ എനിക്ക് പിന്തുടരണം എന്ന്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഫ്രാൻസിസും പറയുന്നുണ്ട്, മുമ്പ് ഞാൻ ആ വഴി കടന്നു പോയിരുന്നപ്പോൾ നിൻ്റെ കണ്ണുകൾ കാണാനും നീ എറിഞ്ഞിരുന്ന പുഷ്പങ്ങളൊക്കെ സ്വീകരിക്കാനായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആ സ്ഥാനത്ത് ഇന്ന് എനിക്ക് ഉള്ളത്, ഞാൻ അവിടെ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്, അവിടെ മറ്റാർക്കും സ്ഥാനമില്ല എന്നുള്ളത് ഫ്രാൻസിസ് ഇതിനു മുമ്പ് ക്ലാരയോട് പറയുന്നുണ്ട്. അപ്പോൾ ക്ലാര അതിനുശേഷമാണ് വ്യക്തമാക്കുന്നത്, എനിക്കും ഞാൻ പറഞ്ഞതിനും മറ്റൊരർത്ഥമില്ല, കാര്യം ഞാനും പറഞ്ഞത് ഇത് തന്നെയാണ്, എനിക്കും ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിനെ പിന്തുടരണം, എനിക്ക് ഞാൻ പറഞ്ഞതിന് ഇത് എൻ്റെ ഒരു തീരുമാനമാണ്, ഇതിൽ മാറ്റമില്ല, ഇത് എങ്ങനെയെങ്കിലും നടത്തി തരണം എന്നുള്ളത് ക്ലാര ഫ്രാൻസിസിനോട് പറയുന്നു. അങ്ങനെ ക്ലാരയുടെ തീരുമാനം ദൈവനിശ്ചയപ്രകാരമായിട്ടുള്ളതാണെന്ന് ഫ്രാൻസിസ് തിരിച്ചറിയുകയും അവളെ തൻ്റെ സന്യാസ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ഫ്രാൻസിസിനോടൊപ്പം ഒരു സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫ്രാൻസിസ് അവളുടെ നീണ്ട സ്വർണ്ണ തലമുടി മുറിക്കുകയും അവൾക്ക് ചാക്ക് വസ്ത്രം നൽകുകയും അരയിൽ ചരട് അവൾ ധരിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് ഇവിടെ പുരുഷന്മാർ മാത്രമാണ് അവരുടെ ആ ഒരു ഭവനത്തിൽ, ആ ഒരു ആശ്രമത്തിലുള്ളത്. അപ്പോൾ ക്ലാര തുടർന്ന് ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ തൻ്റെ ജീവിതം തുടരുകയാണ്. അതിനുശേഷം ക്ലാരയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ പിന്നീട് ക്ലാരയെ ഇതുപോലെ ഫ്രാൻസിസിനോടൊപ്പം തന്നെ സന്യാസ ജീവിതത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ജീവിതം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണമൊക്കെ ഏറ്റവും എളിമയോടും വിധേയത്വത്തോടും കൂടി അവളും പാലിച്ചു പോന്നു. അപ്പോൾ ഇവളോടൊപ്പം തന്നെ മറ്റ് പല യുവതികളും തുടർന്ന് ക്ലാരയോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ക്ലാര പുതിയൊരു സഭയ്ക്ക്
ക്ലാര സഭയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അതിനുശേഷം. അങ്ങനെ ക്ലാരയോടൊപ്പം വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കുറച്ചധികം പേര് യുവതികളും കൂടി ക്ലാരയോടൊപ്പം അതിനുശേഷം ചേരുന്നുണ്ട്. തുടർന്ന് ക്ലാരയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, ഇത്രയും നാൾ എങ്ങനെയായിരുന്നു അവൾ ജീവിച്ചിരുന്നത് അതിൽ നിന്നെല്ലാം അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ജീവിതം. എന്നാൽ അതൊരു വിശുദ്ധ ജീവിതമായിരുന്നു. അത്തരത്തിലുള്ളൊരു ജീവിതമായിരുന്നു ക്ലാര പിന്നീട് നയിച്ചിരുന്നത്. അവൾക്ക് നല്ല ഭവനം, താമസിക്കുവാനായിട്ടുള്ള സമ്പന്നമായൊരു ഭവനവും കുടുംബവും എല്ലാം ഉണ്ടായിരുന്നു. സമ്പന്നതയുടെ നടുവിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം വിട്ട് അവൾ പിന്നീടുള്ള ജീവിതത്തിൽ അവൾ ഒരു തികച്ചും ദരിദ്രമായൊരു അവസ്ഥയിലാണ് അവൾ കഴിഞ്ഞുകൂടുക. അപ്പോൾ അവർ ഈ ഒരു സഭയുടെ തുടക്കത്തിൽ അവർക്ക് ഭക്ഷണത്തിനുള്ള ഒരു വക കണ്ടെത്താനായിട്ടുള്ള ഒരു സോഴ്സ് പോലും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അവരൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളെങ്ങനെ ഇതിനുള്ളതെന്ന്. അപ്പോൾ ഉദാരമതികളിൽ നിന്നൊക്കെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിനുള്ള വക കണ്ടെത്താം എന്നൊക്കെ അവരാദ്യം പറഞ്ഞുവെങ്കിലും തുടർന്ന് അതിനു വേണ്ടിയിട്ട് അവർ മുതിരാതെ തങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഒരു കൈത്തൊഴിലൊക്കെ ചെയ്ത് അവർ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിലുള്ള വക കണ്ടെത്തുവാനൊക്കെ ആയിട്ട് അവർ പരിശ്രമിച്ചു. പിന്നീട് അവൾ കഠിനമായ ഉപവാസം എടുക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങി. ക്ലാരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 28 വർഷത്തോളം അവൾ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു എന്നാണ് പറയുക. അപ്പോൾ നല്ല കഠിനമായ തപസ് അനുഷ്ഠിച്ചിട്ടാണ് അവൾ തൻ്റെ ജീവിതം നയിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ കിടക്കയും എല്ലാം കല്ലുകൊണ്ടുള്ള തലയണ, പരുപരുത്ത മെത്ത, ഇതൊക്കെയാണ് അവൾ പ്രായശ്ചിത്തമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ക്ലാരയുടെ ജീവിതം ഏറ്റവും വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് അവൾ പരിശ്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഫ്രാൻസിസ് അസീസി പിന്നീട് ക്ലാരയുടെ ജീവിതത്തിൽ ഒരു ആത്മീയ നിയന്താവായി മാറി. അപ്പോൾ ഇവരുടെ ഈ ഒരു പുതിയതായിട്ട് ഇവർ സ്ഥാപിച്ച ഒരു സഭയുമായി ബന്ധപ്പെട്ടോ അവരുടെ ജീവിതശൈലിയെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസൊക്കെ ആവശ്യമുള്ളപ്പോഴെല്ലാം അവർ ഫ്രാൻസിസ് അസീസിയെ പോയി സന്ദർശിക്കുകയും അദ്ദേഹം അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ അസീസിയുടെ നിർദ്ദേശങ്ങൾ അല്ലെ ഉപദേശങ്ങളെല്ലാം അവർ ഒരു ആജ്ഞ പോലെയാണ് അവർ പാലിച്ചിരുന്നത്. അദ്ദേഹം എന്ത് പറയുന്നു അത് അക്ഷരം പ്രതി അവർ നന്നായി ആ ഒരു സമൂഹം നന്നായി പാലിച്ചു പോന്നിരുന്നു. അങ്ങനെ ക്ലാരയുടെ ജീവിതം എത്രത്തോളം വിശുദ്ധമായി തീരുമോ അത്രത്തോളം വിശുദ്ധമാക്കാനായിട്ട് അവൾ എല്ലാ രീതിയിലും പരിശ്രമിച്ചിരുന്നു. ക്ലാരയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവളുടെ ദിവ്യകാരുണ്യ ഭക്തിയായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അത്ഭുതം ഇങ്ങനെയാണ് പറയുക. ഒരിക്കലൊരു വലിയ യുദ്ധം വന്ന സമയത്ത് ഇവരായിരിക്കുന്ന ആ ഒരു മഠത്തിലേക്ക് പെട്ടെന്ന് സൈന്യം ആക്രമിച്ച് കയറാനായിട്ട് ഇടയായി. അപ്പോൾ ആ ഒരു സന്ദർഭം എത്തിയപ്പോൾ ക്ലാര പെട്ടെന്ന് അവർ പ്രാർത്ഥനയിലായിരുന്നു. അവൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരുന്ന ആ ഒരു അരളിക്ക കയ്യിലെടുത്ത് അവർക്ക് നേരെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അതിനുശേഷം സൈന്യം അവരെ ആക്രമിക്കുവാനായിട്ട് കടന്നു. അവർ പിന്തിരിഞ്ഞു പോയി എന്നാണ് പറയുക. അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാനായിട്ടുള്ള അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ ക്ലാരയുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുകയുണ്ടായി. ക്ലാരയുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാര ഈ ഒരു തീരുമാനമെടുത്ത് ഫ്രാൻസിസിൻ്റെ ആശ്രമത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ അവളുടെ കുടുംബത്തിൽ അവരെ അറിയുകയും നാട്ടുകാരും അതോടൊപ്പം കുടുംബത്തിൽ നിന്നുള്ളവരുമൊക്കെ അവളെ തിരിച്ചു വിളിക്കുവാനായിട്ട് അവിടെ കടന്നു വരുന്നുണ്ട്. ക്ലാര സ്നേഹപൂർവ്വം അത് നിരസിച്ച് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തൻ്റെ തീരുമാനം ഇതാണ്, താൻ ഇവിടെ തന്നെ തുടരുകയാണെന്നുള്ളൊരു കാര്യം അവരെ അറിയിക്കുകയും പിന്നീട് അവളെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യുന്നു. ക്ലാരയുടെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. അവൾ ഈ ഒരു സന്യാസ ജീവിതം സ്വീകരിച്ച ശേഷം അവളുടെ അനിയത്തി ആഗ്നസും അവളെ പിന്തുടർന്ന് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം അമ്മയും അവരോടൊപ്പം ചേർന്നു എന്നാണ് പറയുക. അങ്ങനെ മറ്റൊരർത്ഥത്തിൽ അവൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് അവൾ നിശ്ചയിച്ചപ്പോൾ അവളുടെ കുടുംബം തന്നെ ആ ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് 1848 കുരിശ് യുദ്ധം വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭവനം, അസിസിയിലെ ഭവനം ആക്രമിക്കപ്പെടുകയും
അവർ മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് വായിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കുക. അങ്ങനെ ക്ലാരയുടെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിലുടനീളം അവളുടെ കുടുംബത്തിൽ നിന്ന് അവളുടെ അമ്മയും സഹോദരിയൊക്കെ അവളോട് ചേർന്ന് അവളോടൊപ്പം തന്നെ അനുയാത്ര ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയാനായിട്ട് ക്ലാരയുടെ ജീവിതത്തിലുള്ളത് ഫ്രാൻസിസും ക്ലാരയും തമ്മിലുള്ള ആ ഒരു ആത്മീയ ബന്ധമാണ്. ഫ്രാൻസിസിൻ്റെ ചെറുചെടി എന്നാണ് ക്ലാര അറിയപ്പെടുക. ഫ്രാൻസിസിൻ്റെ ഒരു സഭ, അതിനുശേഷം വന്ന ഒരു മുളച്ചു വന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു സന്യാസ സഭയാണ് ക്ലാര സഭ എന്ന് പറയുന്നത്. ഫ്രാൻസിസിൻ്റെ ചെറുചെടി എന്നാണ് ക്ലാരയെക്കുറിച്ച് പറയുന്നത്. സാധാരണ കാണുന്ന സൗഹൃദങ്ങളെക്കാളൊക്കെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു പ്രത്യേകതരം ഒരു സൗഹൃദം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാരയ്ക്ക് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ടൊക്കെ എല്ലാം വഴികാട്ടിയായിട്ട് നിന്നിരുന്നത് ഫ്രാൻസിസ് അസീസി ആയിരുന്നു. ശരീരത്തിൻ്റെ ആസക്തികളെക്കാളൊക്കെ കൂടുതലായി ആത്മീയമായി നയിക്കുന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ ആത്മീയതയിൽ കൂടുതൽ വളരുവാനായിട്ട് സഹായിക്കുന്ന ഒരു ബന്ധമാണ് ഇവരുടെ ഇടയിലുണ്ടായിരുന്നത്. പലപ്പോഴും ഇവരുടെ ആ ഒരു ബന്ധത്തിൽ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു ഇടപെടലുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഒരു സംഭവം ഇങ്ങനെയാണ് പറയുക. ഇവർ സന്യാസ ജീവിതം സ്വീകരിച്ച ശേഷം 2 ആശ്രമങ്ങളിലായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ക്ലാര അവിടെ സന്ദർശനങ്ങൾ നടത്തിയിരുന്ന സമയത്ത് ഒരിക്കൽ ഒത്തിരി നേരം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച ശേഷം ക്ലാര അസീസിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഫ്രാൻസിസ് അസീസിയുടെ ആശ്രമത്തിൽ എത്തുകയാണ്. അപ്പോൾ കുറേ ആ നാട്ടിലുള്ളവർ ഇവർ കാണുകയാണ് ഫ്രാൻസിസിൻ്റെ ആ ഒരു ആശ്രമത്തിന് തീ പിടിച്ചതായിട്ട്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ആശ്രമത്തിൻ്റെ മുകളിൽ വലിയ അഗ്നി കാണുന്നുണ്ട്. അപ്പോൾ അതിന് തീ പിടിച്ചെന്നാണ് കണ്ടു നിന്നിരുന്നവരെല്ലാവരും വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഫ്രാൻസിസ് അസീസിയും ക്ലാരയും സംസാരിച്ചുകൊണ്ട് ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇവരുടെ സംഭാഷണങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഇവരുടെ ഇടപെടലിലെല്ലാം ദൈവസ്നേഹത്തിൻ്റെ വലിയ അഗ്നിയാണ് ജ്വലിച്ചിരുന്നത്. അപ്പോൾ അതുതന്നെയാണ് അവരുടെ ആ ഒരു വിശുദ്ധിക്ക് കാരണമായി തീർന്നത്. ഒരിക്കലും ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. ഫ്രാൻസിസ് പൂർണ്ണമായിട്ടും കൂടുതൽ പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ജീവിച്ചിരുന്ന ആ ഒരു സമയങ്ങളിൽ ഒരിക്കൽ ഫ്രാൻസിസ് തൻ്റെ സുപ്പീരിയറിനോട് പറയുന്നു, ഞാനിനി ക്ലാരയെ സന്ദർശിക്കാനായിട്ട് ഞാനിനി പോകുന്നില്ല, ഞാനിനി പോകുന്ന പ്രശ്നമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സുപ്പീരിയർ ഇത് കേട്ടിട്ട് പറയും, അങ്ങനെ ചെയ്യരുത്, ക്ലാരയെ ഇടയ്ക്ക് സന്ദർശിക്കണം, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതില്ല എന്ന് സുപ്പീരിയർ ഫ്രാൻസിസ് അസീസിയോട് പറയുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് പറയും, ഞാൻ അങ്ങനെ ചെയ്യാം, എന്നാൽ അതിനൊരു ഞാൻ ഈ വഴികളിലും ഇവിടെയെല്ലാം പൂക്കൾ വിരിയുകയാണെങ്കിൽ മാത്രം ഞാനത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ലിയോ സഹോദരനുണ്ട്, ബ്രദർ ലിയോ. അപ്പോൾ ലിയോയ്ക്ക് അതിൻ്റെ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് ലിയോയ്ക്ക് അപ്പോഴേ മനസ്സിലായി. കാര്യം അവിടെ യാതൊരു കാരണവശാലും പൂക്കൾ വിരിയില്ല, മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ യാതൊരു കാരണവശാലും അവിടെ പൂക്കൾ വിരിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് ഫ്രാൻസിസ് അസീസി ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അവർ അന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആ ഒരു പ്രദേശം മുഴുവൻ പൂക്കൾ നിറഞ്ഞിരിക്കുന്നതായിട്ടും പാറയിൽ പോലും പൂക്കളുള്ളതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു അത്ഭുത കാഴ്ച അവിടെ കാണുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു സൗഹൃദ ബന്ധമായിരുന്നു ഫ്രാൻസിസ് അസീസിയും ക്ലാരയും തമ്മിലുണ്ടായിരുന്നത്. അതുതന്നെയായിരുന്നു അവരുടെ വിശുദ്ധ ജീവിതത്തിന് കാരണമായി തീർന്നത്. അങ്ങനെ ഇടയ്ക്ക് ഫ്രാൻസിസ് പിന്നെ ഇതുപോലെയുള്ള കൂടിക്കാഴ്ചകൾ പിന്നെ തുടർന്നിരുന്നു. പല അവസരങ്ങളിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനൊക്കെ ആയിട്ട് ഇവരെ ഇടയ്ക്ക് കണ്ടുമുട്ടിയിരുന്നു. അങ്ങനെ ഒരിക്കൽ ഫ്രാൻസിസ് തീരെ അവശനായി രോഗാവസ്ഥയിലെത്തിയ സമയത്ത് ക്ലാര സഹോദരിമാരോട് അവരെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തിന് ആരോഗ്യം ഏകദേശം വീണ്ടും കിട്ടിയ സമയത്ത് അദ്ദേഹം തിരിച്ച് പോകുവാനായിട്ട് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു തീരുമാനം എടുത്ത് അദ്ദേഹം പോകാനായിട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നമ്മളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാകുമെന്ന് ആണെന്ന് ക്ലാരയോട് പറയുന്നുണ്ട്. പിന്നീട് അവർ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല. അങ്ങനെ എല്ലാ വിധത്തിലും ക്ലാരയും ഫ്രാൻസിസും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിലൂടെ ഒത്തിരി നന്മകൾ അല്ലെങ്കിൽ ഒത്തിരി വിശുദ്ധ ജീവിതങ്ങൾ സ്വന്തമായും അതോടൊപ്പം തന്നെ മറ്റു വിശുദ്ധ ജീവിതങ്ങൾക്കുമൊക്കെ
ജന്മം നൽകുവാനായിട്ട് ഇവരുടെ ജീവിതത്തിലൂടെ സാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് ക്ലാര രോഗാവസ്ഥയിലേക്ക് തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഏകദേശം 30 വർഷത്തോളം ക്ലാര തൻ്റെ ആ ഒരു രോഗാവസ്ഥ ഒരു വലിയൊരു സഹനമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ജീവിച്ചു എന്നാണ് പറയുക. 1253 ഓഗസ്റ്റ് 11-ാം തീയതിയാണ് ക്ലാര ഈ ലോകത്തോട് വിടവാങ്ങുന്നത്. 59 വയസ്സായിരുന്നു അന്ന് ക്ലാരയ്ക്ക്. 1255 അലക്സാണ്ടർ 4-ാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ക്ലാരയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഒരിക്കൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ ശേഷം അവൾ ഒരിക്കലും പിന്നീട് പഴയ ജീവിതത്തിലേക്ക് അവൾ പിന്തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫ്രാൻസിസും ക്ലാരയും തമ്മിലുള്ള ഒരു സൗഹൃദം എടുത്തു നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ക്രിസ്തുവിനെ ആര് കൂടുതൽ സ്നേഹിക്കും എന്നുള്ള കാര്യത്തിലായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. അതിനാൽ തന്നെ അവർക്ക് തങ്ങളുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയിൽ നയിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, അതുകൂടാതെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ, മാംസവർജനം, അങ്ങനെ തുടങ്ങി നിരവധി പാപപരിഹാര പ്രായശ്ചിത്ത പ്രവൃത്തികൾ അവൾ തൻ്റെ ജീവിതത്തിലൂടെ അനുഷ്ഠിച്ചു പോന്നു. ഇവരെ പോലെ നമുക്കും ക്രിസ്തുവിനെ ഒരുപടി കൂടി കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് നമുക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.